ഹായ് ദിസ് ഡി ടി എച്ച് ഒരു സാധാരണ സിനിമാ പ്രേമിയുടെ ഫിലിം റിവ്യൂയിലേക്ക് വീണ്ടും സ്വാഗതം. മമ്മൂക്കാടെ ബസൂക്ക, ഡയറക്റ്റഡ് ബൈ ഡീനോ ഡെന്നിസ്. ഡീനോ ഡെന്നിസ് കലൂർ ഡെന്നിസിൻ്റെ മകനാണ്. ഡീനോ ഡെന്നിസിൻ്റെ ആദ്യത്തെ ഡയറക്ടോറിയൽ വെഞ്ചറാണ്. മമ്മൂട്ടിയെ കൂടാതെ ഗൗതം വാസുദേവ് മേനോൻ, ഐശ്വര്യ മേനോൻ, സിദ്ധാർത്ഥ് ഭരതൻ, ഷൈൻ ടോം ചാക്കോ, ദിവ്യ പിള്ളൈ, ഭാമ അരുൺ, ഹക്കീം, അങ്ങനെ തുടങ്ങിയൊരു വൻ താരനിര തന്നെ ഉണ്ട്. ചെറിയ രീതിയിലുള്ള ഒരു വൻ താരനിര. തുടക്കം തന്നെ ഷൈൻ ടോം ചാക്കോയെ കാണിച്ചുകൊണ്ടാണ് തുടങ്ങുന്നത്. ഓൾമോസ്റ്റ് പുള്ളി ഇങ്ങനെ ഒരു എയർപോർട്ടിൽ ഇരുന്ന് സ്പാനിഷോ ഫ്രഞ്ചോ അങ്ങനെ ഏതൊരു ഭാഷ, അതിൽ വലിയ കാര്യമില്ല, ഏത് ഭാഷ ആയിക്കോട്ടെ, ആ ഭാഷയൊക്കെ ഇരുന്ന് ഇങ്ങനെ പറയുന്നൊരു സീനാണ് തുടക്കം. അത് കണ്ടപ്പോഴേ തോന്നി ഈ പടത്തിൻ്റെ ഒരു പോക്ക്, അല്ലെങ്കിൽ കൈവിട്ട് പോയ കണക്കൊരു പോക്ക് എനിക്ക് അപ്പോഴേ തോന്നി. അത് അരോചകമായൊരു ഷോട്ടായിട്ട് തന്നെ എനിക്ക് തോന്നിയത്. ഷൈൻ ടോം ചാക്കോയ്ക്ക് ഒട്ടും ചേരാത്തൊരു സംഭവമായിട്ടും തോന്നി. ഓക്കെ, വാട്ട് ടു സേ, ദാറ്റ് വാസ് ജസ്റ്റ് ദ ബിഗിനിങ്. അതിനുശേഷം പിന്നെ കണ്ടത് എന്താണെന്ന് എനിക്ക് പറഞ്ഞുകൂടാ. അതിനുശേഷം എന്താണ് അവർ ചെയ്തു വെച്ചിരിക്കുന്നതെന്ന് അവർക്കും ഉറപ്പില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അങ്ങനത്തെ ഒരു അന്തവും കുന്തവും ഇല്ലാത്തൊരു സ്റ്റോറിയും സ്ക്രീൻ പ്ലേ ആയിട്ട് എനിക്ക് തോന്നിയത്. നമ്മൾ പലപ്പോഴും കഥ പേപ്പറിൽ എഴുതിയിരിക്കുന്നതും അത് സ്ക്രീനിൽ കാണിക്കുന്നതും തമ്മിൽ ഭയങ്കര അന്തരമുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അവിടെയാണ് ഡയറക്ഷൻ്റെ മികവ് കാണിക്കപ്പെടേണ്ടത്. അതിവിടെ ഇല്ലാതെ പോയി എന്നെനിക്ക് തോന്നി. കാരണം ഒരു ഭയങ്കരമായ ഡിഫറൻസ് ഉണ്ടെന്ന് തോന്നി. അതായത് ഓൺ പേപ്പർ സ്ക്രിപ്റ്റും സിനിമാറ്റിക്കലി നമ്മൾ കാണുന്ന മൂവിയും ഓൺ സ്ക്രീനിൽ നമ്മൾ കാണുന്ന പടവുമായിട്ട് അജഗജാന്തര വ്യത്യാസം ഉണ്ടെന്ന് എനിക്ക് തോന്നി. അങ്ങനെയാണ് എനിക്ക് അനുഭവപ്പെട്ടത്. കാരണം ഓൺ പേപ്പർ ചിലപ്പോൾ ഈ കഥ വലിയ കുഴപ്പമില്ലാന്ന് തോന്നിയേക്കാം, പക്ഷേ സിനിമയിൽ ഉടനീളം അരോചകമായ ഡയലോഗ്സും വളരെ മോശമായ ഊളത്തരം കാണിക്കുന്ന കണക്കുള്ള തമാശകളുമായിരുന്നു നിറയെ. പിന്നെ സീരിയസ് ആയിട്ട് കാണിക്കുന്ന ഒരുപാട് സീൻസും തമാശയായിട്ട് തന്നെ തോന്നി പലപ്പോഴും. ഇതിൽ ഒരു ബസ് വളരെ പ്രധാനപ്പെട്ട സംഭവമാണ്. ബസ്സിൽ ട്രാവൽ ചെയ്യുന്ന കുറേ കഥാപാത്രങ്ങൾ, ബസ്സിലെ ഒരു നെവർ എൻഡിങ് സീക്വൻസ് പോലെയാണ് ആ ബസ്. അത് തന്നെ ഭയങ്കര മോശം രീതിയിലാണ് എനിക്ക് അനുഭവപ്പെട്ടത്. ഒരു മണിക്കൂർ കഴിയുമ്പം തന്നെ എക്സോസ്റ്റഡ് ആകുന്ന കണക്കുള്ള ഫീലിംഗാണ് എനിക്ക് തോന്നിയത്. ഒരു ക്ഷീണം, ഒരു മണിക്കൂറേ ആയുള്ളൂ, ഇനിയും ഇത് 1.5 മണിക്കൂർ കാണണോ എന്നുള്ള ഫീലിംഗ് ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോഴേ അടിച്ചു. അതായത് ഒരുപാട് പടങ്ങളിൽ കണ്ട കണക്കുള്ള ഒരു പാറ്റേൺ. അതായത് ഈ ക്ലൂസ് ഒക്കെ തന്ന് ക്രൈം ചെയ്യുക, ക്ലൂസ് ഒക്കെ തന്ന് റോബറി ചെയ്യുക, അങ്ങനെ പോകുന്നൊരു പാറ്റേൺ. അതായത് കണ്ട് പഴകിയ കണക്കുള്ള ഒരേ പാറ്റേൺ. പിന്നെ ഈ ഞാൻ പറഞ്ഞ ബസ്സിലെ സീക്വൻസിൻ്റെ ഇടയ്ക്ക് കിടക്കുന്ന കുറേ തമാശകളൊക്കെ ഉണ്ട്. അതൊക്കെ അനാവശ്യമായിരുന്നു. അതൊക്കെ അതിൻ്റെ ഒന്നും ഒരു ആവശ്യവുമില്ല. പിന്നെ ഹക്കീം ഒരു ഗെയിമറായിട്ടാണ് അഭിനയിക്കുന്നത്. ഹക്കീമിന് ഒട്ടും ചേരാത്ത ഒരു കഥാപാത്രമായിട്ട് തോന്നി. കാരണം പുള്ളി എങ്ങനെയൊക്കെ നോക്കിയിട്ടും ഈ കൂൾ ഗെയിമർ ബോയ് ആവാൻ പറ്റുന്നില്ല. എങ്ങനെയൊക്കെ നോക്കിയിട്ടും പുള്ളിക്ക് അത് പറ്റുന്നില്ല. അത് പുള്ളിയുടെ മാനറിസംസ് ആണെങ്കിലും ബോഡി ലാംഗ്വേജ് ആണെങ്കിലും പുള്ളിയുടെ അഭിനയമാണെങ്കിലും പുള്ളി പറയുന്ന കാര്യങ്ങളാണെങ്കിലും ഇതൊന്നും പുള്ളിക്ക് നേരെ വിപരീതമായ, എനിക്ക് തോന്നുന്നു പുള്ളിയുടെ ക്യാരക്ടറിൻ്റെ ഒരു നേരെ വിപരീതമായ ഒരു കഥാപാത്രമാണ് പുള്ളി അവതരിപ്പിക്കാൻ നോക്കിയെന്നാണ് എനിക്ക് തോന്നിയത്, പേഴ്സണലി തോന്നിയത്. തുടക്കം മുതൽ ഏകദേശം അവസാനം വരെ മൊത്തം എഡിറ്റിംഗ് ഗിമിക്സാണ്. എന്നാൽ നല്ലൊരു എഡിറ്റിംഗ് ആവശ്യമുള്ള സമയത്ത് നല്ലൊരു എഡിറ്റിംഗ് ചെയ്യുന്നതായിട്ട് തോന്നിയില്ല. അല്ലാത്ത സമയത്ത് ഇങ്ങനെ ഈ കുറേ ആനിമേഷൻ ഗെയിമിംഗ് സ്റ്റഫൊക്കെ ചേർത്ത് കുറേ എഡിറ്റിംഗ് ഗിമിക്സും ഷൂ എന്നൊക്കെ പോകുന്ന എഡിറ്റിംഗ് ഗിമിക്സും, പിന്നെ ഭയങ്കര ഹാപ്പനിങ് മ്യൂസിക്കായിട്ട് ഇടാൻ അവർ വിചാരിച്ച് ചെയ്ത മ്യൂസിക്കാന്ന് തോന്നുന്നു. ഭയങ്കര സ്റ്റൈലിഷ് ആയിട്ടുള്ള മ്യൂസിക് പോലെ ചെയ്തു വെച്ചിട്ട് അത് ഒരു രീതിയിലും പടം കാണിക്കാൻ നോക്കുന്ന കഥാപാത്രങ്ങൾക്കും രംഗങ്ങൾക്കും ഒന്നും ചേരാത്ത മ്യൂസിക്കായിട്ട് തന്നെ എനിക്ക് തോന്നിയത്. എപ്പോഴും എല്ലാം ഒരു സ്റ്റൈലിഷായിട്ട് കാണിക്കാൻ വേണ്ടിയുള്ള ഒരു വെപ്രാളം, ആകെപ്പാടെ ഒരു ആക്രാന്തം, ഈ സ്ലോ മോഷൻ, ഈ മ്യൂസിക്, ഇതൊന്നും എല്ലാം കൂടെ ഒരുമിച്ച് വരുമ്പോൾ ഇത് ഒരു രീതിയിൽ നമുക്ക് ആസ്വാദ്യകരമായിട്ടുള്ള ഒരു അനുഭൂതിയായിട്ട് എനിക്ക് തോന്നിയില്ല. നേരത്തെ പറഞ്ഞ ഹക്കീമിൻ്റെ കഥാപാത്രം, സണ്ണി വർഗീസ് എന്ന കഥാപാത്രം, ഈ പുള്ളി ഇടയ്ക്ക് പറയുന്നു ഭയങ്കര ഗെയിമറാണല്ലോ, ലോകത്ത് തന്നെ അറിയപ്പെടുന്ന ഗെയിമർമാരിൽ ഒരാളാണ്, അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ അറിയപ്പെടുന്ന ഗെയിമർമാരിൽ ഒരാളാണെന്നൊക്കെ പറയുന്ന ഒരാളാണ് ഈ ഹക്കീമിൻ്റെ കഥാപാത്രം.
പുള്ളി ഇടയ്ക്ക് പറയുന്നത് കേട്ടാൽ തോന്നുന്നു നമ്മൾ പുള്ളി ഇടയ്ക്ക് സാധാരണ എന്തൊക്കെയോ സാധാരണ ഒരു കളി മോട്ടൽ കോമ്പാറ്റ് കിടക്കുക എന്തോ സാധാരണ കളി കളിച്ചിട്ട് യെസ് എന്നൊക്കെ പറയുന്നിട്ട് നമുക്ക് തന്നെ ആകെപ്പാടെ ക്രിഞ്ച് വർത്തിയായിട്ട് തോന്നി. ആം, അതുകൂടാതെ പുള്ളി എന്തൊക്കെയോ പറയുന്നുണ്ട് ഇടയ്ക്ക് ടെമ്പിൾ റൺ ആണ് ഹിസ് ഫേവറേറ്റ് ഗെയിം എന്നോ എന്തൊക്കെയോ പറയുന്നുണ്ട്, മോസ്റ്റ് ഫേവറേറ്റ് ഗെയിം എന്നോ എന്തൊക്കെയോ. അപ്പോൾ മൊത്തത്തിൽ ഒരുപാട് ചേരാത്ത കാര്യങ്ങളായിട്ട് തോന്നി. പിന്നെ ലോട്ട് ഓഫ് തിങ്സ് ഡിഡ് മേക്ക് സെൻസ്. അതായത് നമ്മൾ പടം കണ്ടുകൊണ്ടിരിക്കുമ്പോഴും പടം കണ്ട് ഇറങ്ങി പടത്തിനെ കുറിച്ച് ചിന്തിക്കുമ്പോഴും ഒക്കെ ഒരു രീതിയിൽ നമുക്ക് മനസ്സിലാവാത്ത, ഒരു രീതിയിൽ നമുക്ക് സെൻസിബിൾ അല്ലാത്ത കുറേ കാര്യങ്ങൾ നിറഞ്ഞ ദ മൂവി ഈസ് ഫുൾ ഓഫ് ദാറ്റ്. അതായത് ഇത്രയും നോൺ സെൻസ് കലർന്ന ഒരു സ്ക്രീൻ പ്ലേ ആയിട്ട് തോന്നി. അറ്റ്ലീസ്റ്റ് ഓൺ സ്ക്രീൻ അങ്ങനെയാണ് അവസാനം റിസൾട്ട് വന്നിരിക്കുന്നത്. പിന്നെ ഗൗതം മേനോൻ്റെയും ടീമിൻ്റെയും തമാശകളാണെങ്കിൽ അത് വേറെ. ഗൗതം മേനോൻ ഇടയ്ക്കിടയ്ക്ക് പറയും ഓ ദാറ്റ്സ് ഓ മാൻ, എന്തോ കണ്ടുപിടിച്ചാണെങ്കിൽ പോലീസ് ടീം മൊത്തം ഇതാണ്. വളരെ സാധാരണ കൊച്ചു പിള്ളേർക്ക് പോലും മനസ്സിലാവുന്ന കാര്യങ്ങൾ കണ്ടുപിടിച്ചിട്ട് ഭയങ്കര കണ്ടുപിടുത്തം കണക്ക് കാണിക്കുകയും പിന്നെ സ്ലോ മോഷനിൽ കാണിക്കുകയും പിന്നെ മ്യൂസിക് ഇടുകയും അങ്ങനത്തെ സംഭവങ്ങളാണ്. മൊത്തം കുളത്തരങ്ങളാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഈ പോലീസ് ടീം, സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം എന്നൊക്കെയാണ് കാണിക്കുന്നത്. ഇത് കാണിക്കുന്നത് മൊത്തം വൃത്തികേടുകളും അബദ്ധങ്ങളുമാണ്. എന്നിട്ട് എന്തോ കണ്ടുപിടുത്തം നടത്തിയ കണക്കൊക്കെയാണ് പറയുന്നത് ദാറ്റ്സ് ഓ മാൻ. ഗൗതം വാസുദേവനാണ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മൂവ് ഗെറ്റ് ഇൻ എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളിക്ക് ഇതാണ് മെയിനായിട്ട് ചെയ്യാനുള്ളത്. പുള്ളിക്ക് ഇതേ ചെയ്യാനുള്ളൂ ഏകദേശം. ഇതിൻ്റെ ഇടയ്ക്ക് ഒരു സ്നേക്ക് ആൻഡ് ലാഡർ സീക്വൻസ് ഉണ്ട്. അതെ, പാമ്പും കോണിയും സ്നേക്ക് ആൻഡ് ലാഡർ സംഭവം വെച്ചിട്ട് ഒരു സംഭവം നിങ്ങൾ കാണുക തന്നെ വേണം. കണ്ടാലേ അത് നിങ്ങൾക്ക് അത് എന്തുമാത്രം തമാശയാണ്, എന്തുമാത്രം നമ്മൾ ചിരിച്ചു പോകുന്നു കണ്ടാൽ മാത്രമേ അത് മനസ്സിലാവൂ. വേണമെങ്കിൽ ആ തമാശയ്ക്ക് വേണ്ടി, സീരിയസ് ആയിട്ടാണ് അവർ കാണിക്കുന്നത്, ആ തമാശയ്ക്ക് വേണ്ടി വേണമെങ്കിൽ ഈ പടം കാണാം. പിന്നെ ഇതിലെ പ്രധാനപ്പെട്ട വേറൊരു സംഭവം എന്ന് വെച്ചാൽ ഒരുപാട് സന്ദർഭങ്ങളിൽ തോക്കുമായിട്ട് വരുന്ന ആൾക്കാരുണ്ട്. പോലീസ് ആവാം, പോലീസ് അല്ലാത്ത ആൾക്കാരാവാം. പലപ്പോഴും ഇവർ ഇതൊന്നും ഉപയോഗിക്കുന്നില്ല. എന്തിനാണ് പിന്നെ തോക്കുമായിട്ട് വരുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല. ഇനി ഉപയോഗിക്കുമ്പോഴാണെങ്കിൽ ഇതൊന്നും കൊള്ളുന്നതുമില്ല. അങ്ങനത്തെ കുറേ സംഭവങ്ങളുണ്ട് എൻ്റെ അകത്ത്. പാവം മമ്മൂട്ടിക്കാണെങ്കിൽ വയ്യ, പുള്ളിക്കാണെങ്കിൽ കഥാപാത്രം ഇച്ചിരി വയസ്സ കഥാപാത്രമാണ്. അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ലെന്ന് വെക്കാം. പുള്ളിക്ക് ഓടാനും ചാടാനൊന്നും വയ്യാത്ത പോലെ തോന്നി. ഓൺ സ്ക്രീനിൽ പത്തറ്റിക്കായിട്ട് തോന്നി. കാരണം പുള്ളിയുടെ ബോഡി ലാംഗ്വേജ് എന്നൊക്കെ പറഞ്ഞാൽ ഇതിങ്ങനെ ഈ വെടിവെക്കുന്ന ആൾക്കാരെ പോലെയൊന്നും തോന്നിയില്ല. കഥയെപ്പറ്റി കൂടുതൽ ഞാൻ പറയുന്നത്, കഥയിൽ ഒരുപാട് ട്വിസ്റ്റ് ഉണ്ട്. അതിലൂടെ നടക്കുന്നില്ല, സ്പോയിലേഴ്സ് ആയതുകൊണ്ട്. ട്വിസ്റ്റാണ്, എന്തിനാണോ എന്തോ. പക്ഷേ ഞാൻ പറയുന്നത് അത് പറയാത്ത രീതിയിലുള്ള കഥയാണ് ഞാൻ പറയാൻ നോക്കുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. മമ്മൂട്ടി വെടിവെക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ ഒരു സ്കൂൾ മാഷൊക്കെ വന്നിട്ട് വെടിവെക്കുന്ന കണക്കുള്ളൊരു പ്രതീതിയാണ് ഉളവായത്. പിന്നെ ഇതിനകത്ത് ഒരുപാട് സീരിയസ് ആയിട്ടുള്ള ഒരുപാട് തമാശകളുണ്ട്. അത് വലിയൊരു മാസ്ക് ഒക്കെ ധരിച്ച ഗ്യാങ്ങൊക്കെ വന്നിട്ട് പെട്ടെന്ന് ഇങ്ങനെ ഒരുപാട് തോക്കുകളൊക്കെ, വലിയൊരു തോക്കുകളൊക്കെ ഇടുന്ന വെടിവെക്കി വെച്ചിട്ട് അത് കൊള്ളുന്നതുമില്ല. അവസാനം എല്ലാവരുടെയും വാച്ചിൽ പ്ലാൻ ബി എന്ന് എഴുതി കാണിക്കും. പ്ലാൻ ബി എന്താണ്? ഓടിക്കും. അതാണ് പ്ലാൻ ബി. അതേ കണക്ക് മമ്മൂട്ടി കൈമാറുന്നൊരു ഫയൽ മമ്മൂട്ടി കൈമാറുന്നൊരു ഫയൽ കാണിക്കുന്നുണ്ട്. അത് നമ്മൾ ഈ 7ാം ക്ലാസ് 8ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പം ഈ സ്കൂൾ പ്രോജക്റ്റ് അവതരിപ്പിക്കത്തില്ലേ, കെമിസ്ട്രിയുടെയൊക്കെ, അങ്ങനത്തെ ഒരു പ്രോജക്റ്റാണ് ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം മമ്മൂട്ടിക്ക് കൈമാറുന്നത്. അങ്ങനെ ഒരുപാട് തമാശയുണ്ട്. മെയിൻ തമാശകൾ അവതരിപ്പിക്കുന്നില്ല ഈ SIT ആണ്, ഈ ഗൗതം മേനോൻ ടീമുമാണ്. അതിൻ്റെ അകത്ത് ഒരാൾ ചോദ്യം ചെയ്യുന്ന ഒരു സീനുണ്ട്. നിങ്ങൾ കണ്ടു നോക്കൂ, നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും ഇത് തമാശയാണ്. ഒരു കാറ് വെച്ചിട്ട് ഭീഷണിപ്പെടുത്തി, കാറ് വെച്ച് കൊല്ലാം, പാർക്കിംഗ് ഏരിയ പോലത്തെ അല്ലെങ്കിൽ വർക്ക്ഷോപ്പ് പാർക്കിംഗ് ഏരിയ പോലത്തെ സാധനമാണ്. അപ്പോൾ അത് കാറ് ഇങ്ങനെ താഴോട്ട് വിടുവാണ് പുള്ളിയെ ഭീഷണിപ്പെടുത്താൻ, ഈ ചോദ്യം ചെയ്യപ്പെടുന്ന ആളെ ഭീഷണിപ്പെടുത്തി ചോദ്യത്തിന് ഉത്തരം പറയിപ്പിക്കാൻ. അത് വൻ തമാശയായിരുന്നു. ഇറ്റ് മേഡ് നോ സെൻസ്. പിന്നെ ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ക്യാമിയോ ഉണ്ട്. നിങ്ങൾ ചിലപ്പോൾ സോഷ്യൽ മീഡിയയിൽ കണ്ടു കാണുമായിരിക്കും. ലോകത്താർക്കും വേണ്ടാത്ത, ഒരു രീതിയിൽ ആവശ്യമില്ലാത്ത, എന്തിനാണെന്നറിയാത്ത ഒരു ക്യാമിയോ. പിന്നെ ഈ തെഫ്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ, ഈ റോബറി എന്നൊക്കെ പറഞ്ഞാൽ അതിനേക്കാൾ വലിയ തമാശയാണ്. അത് കാരണം ഇവരെന്തോ ഈ കട്ടുകൊണ്ട് പോകുന്നത്, ഇതിനു വേണ്ടിയിട്ടാണോ ഇത്രയും വലിയ പോലീസ് ടീം ഇതിനെ പുറകെ പോകുന്നത്? ഇവരെ പിടിക്കാൻ പറ്റുന്നില്ലേ എന്നുള്ള ചോദ്യങ്ങളൊന്നും ഞാൻ തൽക്കാലം ചോദിക്കുന്നില്ല. അതുകൂടാതെ മമ്മൂട്ടിയുടെ ഫേമസ് മീമായിട്ടുള്ള നാസയ്ക്ക് വേണ്ടി തയ്യാറാക്കിയ സോഫ്റ്റ്വെയർ കണക്കുള്ള സംഭവങ്ങൾ ഇതിൻ്റെ അകത്തുണ്ട്. അതെനിക്ക് അവിശ്വസനീയമായിട്ട് തോന്നി. ഇത് ഞാൻ മമ്മൂട്ടിയെ പറ്റി പറയേണ്ടി വരും, മമ്മൂട്ടിയെ പോലും മഹാനടനെ പറ്റി പറയേണ്ടി വരും എന്നെനിക്ക് തോന്നിയില്ല, ഞാൻ വിചാരിച്ചില്ല. പക്ഷെ മമ്മൂട്ടിയുടെ ഒരുപാട് സ്ഥലങ്ങളിലെ ഡയലോഗ്സ് എക്സ്ട്രീംലി അൺക്ലിയർ ആയിരുന്നു. പുള്ളിക്ക് എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ സിനിമയിൽ നിന്ന് കണ്ട കാര്യം ഞാൻ പറയുകയാണെങ്കിൽ പല സ്ഥലത്തും പുള്ളി പറയുന്നത് എന്തോന്ന് മനസ്സിലാവുന്നില്ലായിരുന്നു. ഇത് ഞാൻ മമ്മൂട്ടിയെ പറ്റി ഒരിക്കലും പറയും ഞാൻ വിചാരിച്ച കാര്യമല്ല. കാരണം പുള്ളിയുടെ ഡയലോഗ് ഡെലിവറിയും ഡയലോഗ് മോഡുലേഷനും
ആക്സൻറ്റും പുള്ളി പറയുന്നത് മലയാളമാണെങ്കിൽ ഏത് ഭാഷയാണെങ്കിലും പുള്ളി പറയുന്നതെല്ലാം മനോഹരമായിട്ടാണ് എനിക്ക് ഇതുവരെ തോന്നിയിട്ടുള്ളത്. പക്ഷേ ഈയിടെയായിട്ട് കണ്ണൂർ സ്ക്വാഡിലും ചില സമയത്തൊക്കെ തോന്നിയിട്ടുണ്ടെന്ന് തോന്നുന്നു, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ. ഇതിലെന്തായാലും പല സ്ഥലത്തും അതിന് ഓഡിയോ റെക്കോർഡിങ്ങിൻ്റെ കുഴപ്പമാണെന്ന് അറിയത്തില്ല, സൗണ്ട് എഡിറ്റിങ്ങിൻ്റെ സൗണ്ട് റെക്കോർഡിങ്ങിൻ്റെ കുഴപ്പമാണെന്ന് അറിയത്തില്ല, പല സമയത്തും മമ്മൂട്ടി പറയുന്ന കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. അതുമാത്രമല്ല അവസാനത്തെ ഒരു 10-15 മിനിറ്റ് ആയപ്പോഴേക്കും മമ്മൂട്ടിയുടെ കയ്യിൽ നിന്ന് പോയി ആക്ടിങ് എന്നാണ് എനിക്ക് തോന്നിയത്. കാരണം അത്രയ്ക്ക് വൃത്തിയായിട്ട് ആക്ടിങ്, പുള്ളി ഈയിടയ്ക്കൊന്നും ഇത്രയും വൃത്തിയായിട്ടൊരു ആക്ടിങ്ങോ വൃത്തിയായിട്ട പടത്തിലോ അഭിനയിച്ചായിട്ട് എനിക്ക് തോന്നുന്നില്ല. ടേബോ ഇതിനേക്കാൾ ചിലപ്പോൾ ഒരു പടി മുന്നിലായിരിക്കാം, കുറച്ചുകൂടെ ഭേദമായിരിക്കാം. ടേബോ അസഹനീയമായിരുന്നു, ഇത് അതിനേക്കാൾ അസഹനീയമാണ്. ദിസ് വാസ് ടെറിബിൾ ആൻഡ് എക്സോസ്റ്റിംഗ്. 0 out of 5 for Mammookka's Bazooka. Thanks for watching. Bye.